We are waiting for some more people to come. കുറച്ച് പേരും കൂടെ ഓൺലൈനിലേക്ക് കടന്നു വരുവാനുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ സ്വർഗീയ നല്ല പിതാവേ, എന്നെ കേൾക്കുന്ന സകല ജനങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിറയണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവർ പൊതിയണമേ. ഡെലിവറൻസ് അഥവാ വിച്ച് ക്രാഫ്റ്റിൽ നിന്നും, ആ ഡെലിവറൻസിൽ നിന്നും, വിടുതലിൽ നിന്നും മന്ത്രവാദ കെട്ടുകൾ എങ്ങനെ അഴിക്കാമെന്നുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ബോധ്യപ്പെടുത്തലിലൂടെ ഞങ്ങളിതാ ഓൺലൈനിൽ കർത്താവെ സ്തുതിക്കുകയാണ്. യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. താങ്ക് യു ലോർഡ്. കേൾക്കുന്ന ജനമേ, വരുന്ന ദിവസങ്ങളിലുള്ള റൂഹ റിട്രീറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ റൂഹ ഡെലിവറൻസ് റിട്രീറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ പല ശുശ്രൂഷകൾ അപ്കമിങ് ഉണ്ട്. അതിനെല്ലാവരിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇറങ്ങണമേ. ഹോളി സ്പിരിറ്റ് ആൻഡ് ഫിൽ എവറി വൺ ദോസ് ഹു ഹിയർ മീ. എന്നെ കേൾക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവത്തോടുമാകണമേ. മന്ത്രവാദക്കെട്ടിൽ നിന്നും അവരെ മോചിപ്പിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അധികാരത്തോടു കൂടി ഞങ്ങൾ കൽപ്പിക്കുകയാണ്. They will all be free in Jesus' name. Amen. Amen. Hallelujah. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിരുന്നു 7 things Holy Spirit will do for you. പരിശുദ്ധാത്മാവ് 7 കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുന്നത്. അത് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ മന്ത്രവാദം അല്ലെങ്കിൽ വിച്ച് ക്രാഫ്റ്റ് അല്ലെങ്കിൽ വിച്ചസിൻ്റെ ക്ലച്ചസിൽ നിന്നും എങ്ങനെ നമുക്ക് ഊരി വരാം അല്ലെങ്കിൽ അതിൽ നിന്ന് വിടുവിക്കപ്പെടാം എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുവാനിടയായി, പഠിക്കുവാനിടയായി. ഏതൊക്കെ മേഖലകളിലാണ് ഈ പിശാച് നിങ്ങളെ ഈ മന്ത്രവാദത്തിൻ്റെ സ്വാധീനം ശക്തമായിട്ട് ചെലുത്തുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, മാരേജ് വരുന്നുണ്ട്, ഫൈനാൻസ് വരുന്നുണ്ട്, ഹെൽത്ത് വരുന്നുണ്ട്, സോഷ്യൽ ലൈഫ് വരുന്നുണ്ട്, ഈവൻ സ്പിരിച്വൽ ലൈഫ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി കുറച്ചും കൂടെ ബോധ്യപ്പെടുത്തി വരികയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ പഠിക്കാനുള്ളത്, ഈ മന്ത്രവാദത്തിൻ്റെ സ്വാധീനം കൊണ്ട് ജനങ്ങൾ പല പാപത്തിൻ്റെയും അടിമകളായിത്തീരും. ഓക്കെ, ചിലർ ഈ പാപത്തിൻ്റെ അടിമകളായി തീരുവാനുള്ളൊരു കാരണം മറ്റൊന്നുമല്ല, മന്ത്രവാദത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ പൂർവികർ ചെയ്യുന്ന അതേ പാപം തന്നെ ഇവർ പിന്തുടരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ മദ്യപാനം. തൻ്റെ അച്ഛന്മാരും മുത്തച്ഛന്മാരെല്ലാം ഈ ശീലമുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് പകരാം. ചില വ്യക്തികൾ പറയും, എൻ്റെ വലിയപ്പനും അപ്പനും എല്ലാം കുടിക്കുമായിരുന്നു, ഞാൻ കുടിക്കാറില്ല. ഓക്കെ, ദാറ്റ് ഇസ് ഗുഡ്. പക്ഷേ മോസ്റ്റ് ഓഫ് അവരുടെ സിബ്ലിങ്സിനെ നോക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ കുടിയന്മാരായിരിക്കും. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മെഡിക്കൽ സയൻസിൽ ചെല്ലുകയാണെങ്കിൽ തന്നെ ആൾക്കാർ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അവർ ചോദിക്കും പാരമ്പര്യമായിട്ട് ആ രോഗമുണ്ടോ, ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ പാരമ്പര്യ രോഗമുണ്ടോ എന്നൊക്കെ ഫിസിഷ്യൻസ് നിങ്ങളോട് ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ സകല രോഗത്തിൻ്റെയും കാരണം ജനറേഷണൽ കേഴ്സസ് ആകാം, ജനറേഷണൽ വിച്ച് ക്രാഫ്റ്റ് അല്ലെങ്കിൽ വിസാർഡ്സ് ഇൻഫ്ലുവൻസ് ആയിരിക്കാം. പ്രൈസ് ഗോഡ്. എനിവേ, അതിൽ നിന്നെല്ലാം നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫെയ്ത്തിനെ കുറിച്ചാണ്. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മന്ത്രവാദം വിച്ച് ക്രാഫ്റ്റിൽ നിന്നും ഡെലിവറൻസ് വേണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. പ്രൈസ് ഗോഡ്. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിശക്തമായിട്ട് മുന്നേറാൻ പറ്റുള്ളൂ. വിശ്വാസ പ്രഖ്യാപനമുണ്ട്, കൺഫെഷനുണ്ട്. വിശ്വാസത്തിൻ്റെ കൺഫെഷൻസ്. നമ്മളെപ്പോഴും വിചാരിക്കും പാപത്തിനെ കുറിച്ച് മാത്രമാണ് കൺഫെഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി അതല്ല. പാപത്തിനെ കുറിച്ച് നീ ഏറ്റു പറയുന്നതിന് കൺഫെഷൻ ആണ് പറയുന്നത്. പക്ഷെ അതിലേറെ ഏറ്റവും വലിയ, അതിലൊക്കെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സംഭവമുണ്ട്. സ്പീക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, കൺഫസ് ദ വേർഡ് ഓഫ് ഗോഡ്, ഡിക്ലെയർ ദ വേർഡ് ഓഫ് ഗോഡ് ഓൺ യുവർ ലൈഫ് ആൻഡ് യുവർ കൺസേൺസ്. നിന്റെ കുടുംബങ്ങളുടെ ജീവിതത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നീ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ മഴ പെയ്യുന്നത് പോലെ പറയണം. പ്രൈസ് ഗോഡ്. അപ്പോൾ നീ ഒരുപാട് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. നിന്റെ ആത്മാവിനെ നീ ഫീഡ് ചെയ്യും. ഓക്കെ, നിന്റെ മനസ്സിനെ നീ ഫീഡ് ചെയ്യും. അതുമാത്രമല്ല, നിന്റെ ശരീരത്തിനെ ഫീഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ വളരെ മനോഹരമായ ശക്തിയേറിയ കാര്യങ്ങളാണ് നമുക്ക് ദൈവവചനത്തിലൂടെ പഠിക്കാൻ പറ്റുന്നത്.
അപ്പോൾ the number one means ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. The number one. See, Isaiah 54 verse 17 says, no weapon that is formed against us shall prosper. Every tongue which rises against us in judgment, we do condemn. This of righteousness from the Lord of hosts. That's what the word of God says that. അതായത് ഒരായുധവും എനിക്കെതിരായിട്ട് ഫലിക്കുകയില്ല, എല്ലാ നാവുകളെയും ഞാൻ കുറ്റം വിധിക്കും. ഞാൻ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ നീതീകരണത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വചനം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ഒരായുധവും എന്നെ തൊടുകയില്ല, ഒരായുധവും എന്നെ തൊടുകയില്ല. സി, ആ ഒരു പ്രഖ്യാപനം, ആ ഒരു വലിയ പ്രഖ്യാപനം ഈ മന്ത്രവാദത്തിന്റെ ഇൻഫ്ലുവൻസിനെ തടയുന്നു. പ്രൈസ് ഗോഡ്. അത് വിശ്വാസത്താലാണ് ചെയ്യേണ്ടത്, അത് വിശ്വാസത്താലാണ് ചെയ്യേണ്ടത്. പ്രൈസ് ഗോഡ്. See, the Bible says in Revelations chapter 19 verse 15 says, now out of his mouth goes a sharp sword. അവന്റെ അധരങ്ങളിൽ നിന്നും ഒരു വാൾ കടന്നു പോകുന്നു. That with he should strike the nations. അവൻ എല്ലാ രാജ്യങ്ങളെ സ്ട്രൈക്ക് ചെയ്യുന്നു. He himself will rule them with a rod of iron. He himself tread and winepress of the furnace and wrath of Almighty God. See, അവൻ വിധിക്കുന്നത് ദൈവത്തിന്റെ വചനം കൊണ്ടാണ്. ദൈവത്തിന്റെ വചനത്തെ സ്വോർഡ് എന്ന് പറയുന്നു, അതായത് വാൾ എന്ന് ഉപമിക്കുന്നുണ്ട്, പൗലോസ് ലീഹ ഉപമിക്കുന്നുണ്ട്. ഈവൻ ദൈവത്തിന്റെ വചനത്തിന്റെ പല ഭാഗങ്ങളിൽ നമുക്ക് സ്വാഡിനെ കുറിച്ച് കാണുവാൻ സാധിക്കും. ഇതിനെ സിഗ്നിഫൈ ചെയ്യുന്നത് ദൈവ വചനത്തിന്റെ ഷാർപ്പ്നെസ്സിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. So now 1 Timothy 1:8 says, this I charge, I commit to you, son Timothy, according to the prophecies previously made concerning you, that by them you may wage the good warfare. Hallelujah. ദൈവത്തിന്റെ വചനം, every teaching should be according to the word of God. ദൈവത്തിന്റെ വചനത്തിന് അനുസരിച്ചായിരിക്കണം ദൈവത്തിന്റെ വചനത്തിന്റെ പഠിപ്പീരും പ്രസംഗങ്ങളും ശുശ്രൂഷകളും. ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയത്തിന് ദൈവവചനത്തിന്റെ കോട്ടിങ്സ് ഇല്ലെങ്കിൽ യു മസ്റ്റ് ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. നിങ്ങൾ പറയും, പല പിശാചുകളുടെ പേരുകൾ പറയും. അങ്ങനെ ആ പേരുകൾ പറഞ്ഞാലും ആ പേരുകളുമായിട്ട് സാമ്യവും അർത്ഥവുമുള്ള പേരുകൾ ബൈബിളിൽ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതാണ് ഇതിന്റെ ഒരു സവിശേഷത. Praise God. See, the Bible says, Timothy, my child, I entrust to you this command, which is accordance with the word of prophecy spoken in the past about you. Use those words as a weapon in order to fight well. അപ്പോൾ തിമത്തിയുടെ ലേഖനത്തില് ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള ഒരു ലേഖനമാണ് 1 Timothy, 2 Timothy, Titus, Philemon, അങ്ങനത്തെയുള്ള books written by Paul the Apostles. അത് ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള, ശുശ്രൂഷകർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും അത് ഉപകാരമാകും. പക്ഷെ ശുശ്രൂഷ സംബന്ധിച്ച് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദം. എങ്ങനെയാണ് ഒരു ശുശ്രൂഷനായി തീരേണ്ടതെന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണത്. ഹല്ലേലൂയ. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നു, വേജ് ദ ഗുഡ് വാർഫെയർ. പിന്നെ 1 Timothy 8:18 വീണ്ടും പറയുന്നു, ഫൈറ്റ് ദ വെൽ, ഗ്ലോറി ടു ഗോഡ്. സീ, ദാറ്റ് ഈസ് ഇൻ രണ്ട് ട്രാൻസ്ലേഷൻസ് ആണ് പറയുന്നത്. ഒന്ന് ഗുഡ് ന്യൂസ് ട്രാൻസ്ലേഷൻ, കാത്തലിക് എഡിഷനിൽ പറയുന്നു, യു ഫൈറ്റ് വെൽ. ഹല്ലേലൂയ. ആൻഡ് NKJV പറയുന്നു, യു ഷുഡ് ഹാവ് ദ വേജസ് ദ ഗുഡ് വാർഫെയർ. ഇതൊരു യുദ്ധം തന്നെയാണ് മക്കളെ, യുദ്ധമാണ്. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ യുദ്ധം വാഴ്ചകളോടും അധികാരങ്ങളോടും ഇരുട്ടിന്റെ ദുരാത്മാക്കളോട്, ലോകതലത്തിൽ വാഴുന്ന ദുരാത്മ സേനയോടാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ഫൈറ്റിംഗ്, യുദ്ധം എന്ന് പറയുന്നത് ദൈവം നിന്നെ ഒരു സോൾജിയറാക്കി മെനഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. മടിയന്മാർക്ക് പറ്റുന്ന ഒരു പരിപാടിയല്ല കേട്ടോ ഇത്. ഞാനുള്ള കാര്യം നേരത്തെ പറഞ്ഞേക്കാം. ഇഫ് യു ആർ എ ലേസിനെസ്, യു ഹാവ് എ പ്രോക്രാസ്റ്റിനേഷൻ സ്പിരിറ്റ് ഓർ ഡിലേ സ്പിരിറ്റ്, it is very difficult to come out, okay, for moving fight against these witchcraft and wizards, witch doctors,
Okay, you should be very energetic and powerful, enthusiasm, strengthened by the Holy Spirit. നമ്മൾ ഇനി അടുത്ത തുടർന്ന ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്നത് പ്രോകാസ്റ്റിനേഷൻസ് ഉണ്ട്. അതിനെ അനുബന്ധമായിട്ട് ഡിലേ എങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ വരുന്നത്, എങ്ങനെയാണ് എല്ലാത്തിനും തടസ്സമാ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? എവിടെ തൊട്ടാലും തടസ്സം. മക്കളെ, തടസ്സമല്ല, ഈ തടസ്സം എന്ന് പറയുന്ന ഒരു പൈശാചിക വലയാണ്. It's a network of the satanic department. ആ ഡിപ്പാർട്ട്മെന്റിൽ ഒരു നെറ്റ്വർക്കാണ് ആക്ച്വലി. മനസ്സിലായോ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസികൾ മനസ്സിലാക്കണം. ഈ നെറ്റിനെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്? നമ്മൾ എത്ര പോലും ഇടിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഒരു വലിയൊരു കുന്തം വെച്ചിട്ട് കുത്തിയാലോ, അല്ലെങ്കിൽ വലിയൊരു ഫോർ എക്സാമ്പിൾ ഒരു തടിക്കഷ്ണം എടുത്തോ ഒറ്റ ഏറിഞ്ഞാൽ ഈ വല പൊട്ടത്തില്ല. വല അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതല്ലാതെ അത് പൊട്ടത്തില്ല. സോ വല പൊട്ടിക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആയുധങ്ങൾ വേണം. അതായത് ഈ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഏതൊക്കെ സ്പിരിറ്റാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. ആ സ്പിരിറ്റുകളെ അല്ലെങ്കിൽ ദുരാത്മാവിനെ അറ്റാക്കിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വെപ്പൺസ് നമുക്ക് ദൈവാത്മാവ് തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ആ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ആ വെപ്പൺസ് നമ്മൾ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിനെ തകർക്കാൻ പറ്റൂ. വെടി വെക്കേണ്ടടുത്ത് വെടി വെക്കണം, തോക്ക് ഉപയോഗിക്കേണ്ടത് തോക്കിടും. ആത്മീയ തോക്കിന്റെ കാര്യമായിട്ടോ പറയുന്നത്. ആത്മീയ തോക്ക് ഉപയോഗിക്കേണ്ടത് തോക്ക് ഉപയോഗിക്കണം. ആത്മീയ ബോംബ് ഉപയോഗിക്കുന്നിടത്ത് ബോംബ് തന്നെ ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ ആത്മീയ ബോംബിനെ കുറിച്ചാണ് പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. സ്പിരിച്വൽ ബോംബ്സ്, ദാറ്റ്സ് ഓൾ ഇൻ അക്കോർഡിംഗ് ടു ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. സ്വോർഡ് ഉപയോഗിക്കുന്നിടത്ത് സ്വോർഡ് ഉപയോഗിക്കണം. പ്രൈസ് ഗോഡ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വെപ്പൺസ് പരിശുദ്ധാത്മാവ് നമുക്ക് തരും when we start and step into a deliverance ministry. Praise God. Hallelujah. ഈ ഡെലിവറൻസ് മിനിസ്ട്രിയിൽ നമ്മൾ സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടക്കാം. അതായത് ഞാൻ അബുദാബിയിലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഡെലിവറൻസ് മിനിസ്ട്രി, ആദ്യത്തെ മിനിസ്ട്രി തന്നെ ശ്രീലങ്കൻ കമ്മ്യൂണിറ്റിയിലായിരുന്നു നടന്നത്. അപ്പോൾ അവർ വരുമായിരുന്നു. ഒരുപാട് ലേഡീസ് ഉണ്ടായിരുന്നു, യങ് ലേഡീസ് ഉണ്ടായിരുന്നു, പ്രായമായവരുണ്ടായിരുന്നു, പുരുഷന്മാരുണ്ടായിരുന്നു, അങ്ങനെ പലരും, ജെന്റിൽമാൻ ഉണ്ടായിരുന്നു. അപ്പം പലരും വരുമായിരുന്നു. അപ്പം പക്ഷേ ഈ കമ്മ്യൂണിറ്റി മൊത്തം ശ്രീലങ്കൻ സിംഗളാണ്, അതായത് ബുദ്ധമതക്കാരിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മാനിഫെസ്റ്റേഷൻസ് കാണാം. വിശ്വാസ് അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു, വെളിയിൽ പോയി ഛർദ്ദിക്കുന്നു, അങ്ങനത്തെയൊക്കെ മാനിഫെസ്റ്റേഷൻസ് എനിക്ക് ആദ്യ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞ് ഇതൊക്കെയാണ് എന്ന് പോലും അറിയാം. പക്ഷേ പിന്നീട് ദൈവവചനം പഠിച്ചപ്പോഴും പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു കൂട്ടായ്മയിൽ കർത്താവിൻ്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ചതാണ്, നിനക്ക് ഇങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ട്. ആലോചിക്ക്. പ്രൈസ് ഗോഡ്. എനിക്ക് ഒന്നും അറിയത്തില്ലാത്തൊരു മനുഷ്യനെ പിടിച്ച് ശുശ്രൂഷയുടെ അഭിഷേകം തന്നിട്ട് മൈക്ക് മുൻപിൽ തന്ന് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പ്രസംഗിച്ചു എന്നല്ലാതെ എനിക്ക് ഡെലിവറൻസ് മിനിസ്ട്രിയെക്കുറിച്ചോ ഹീലിംഗ് മിനിസ്ട്രിയെക്കുറിച്ചോ ഒന്നും ഒരു ഐഡിയയും ഇല്ലായിരുന്നു. സത്യം നിങ്ങളോട് പറയാം, നോ ഐഡിയ വാസ് ദെയർ. ബട്ട് ഐ വാസ് പ്രീച്ചിങ്, ഇറ്റ് വാസ് ഹാപ്പനിങ്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ഒന്നും ചെയ്യാൻ പോയില്ല ആ സമയത്ത്. പിന്നീട് ഈ പിശാചി എന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നെയും എൻ്റെ കുടുംബജീവിതത്തിൻ്റെയും കുഞ്ഞുങ്ങളെയും പിന്നെ ഞങ്ങളുടെ ശുശ്രൂഷയിലുള്ളവരെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മൈ ഗോഡ്, ഹല്ലേലൂയ, അപ്പം ഞാൻ പഠിക്കാൻ തുടങ്ങി. എനിക്കിതിൻ്റെ ഉത്തരം കിട്ടണം, എങ്ങനെ ഇവനെ തോൽപ്പിക്കണം. സ്വയം ജീവിതത്തിലെ അനുഭവങ്ങൾ വരുമ്പോഴേ നമ്മളെ പഠിക്കുകയുള്ളൂ. അതായത് എക്സ്പീരിയൻസ് ഈസ് എ നമ്പർ 1 ടീച്ചർ എന്ന് കേട്ടിട്ടില്ല. അപ്പോൾ ആ എക്സ്പീരിയൻസിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചു വന്നപ്പോൾ ഞാൻ വിഷൻസ് കാണുമായിരുന്നു, ഭയങ്കരമായിട്ട് വിഷൻസ് കാണും. എല്ലാ രാത്രിയിലും വിഷൻസ്, പ്രത്യേകിച്ച് രാത്രിയിൽ. കാരണം ഉച്ചയ്ക്കും പകലൊക്കെ നമുക്ക് ജോലി ഉള്ളതുകൊണ്ട് ആ ഒരു ജോലി തിരക്കായി. പിന്നെ രാത്രി വന്ന് ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്തിരിക്കുമ്പോഴൊക്കെ വിഷൻസ് കാണും, കിടന്നുറങ്ങുമ്പോഴൊക്കെ വിഷൻസ് കാണുമായിരുന്നു. അപ്പം ഒരു വിഷൻ ഒരു പ്രത്യേക സന്ദർഭങ്ങളിൽ പല ജന്തുക്കളെ ഞാൻ കാണുമായിരുന്നു, പല ജീവികളെ കാണുമായിരുന്നു, പല മൃഗങ്ങളെ കാണുമായിരുന്നു. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായി ഹാവ് എ ഡെലിവറൻസ് മിനിസ്ട്രി എന്ന്. അപ്പോൾ അതിങ്ങനെ കുറച്ച് നാളിങ്ങനെ പോന്നു ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഡിമ്മായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷൻസും കാണുന്നില്ല. ജസ്റ്റ് എനിക്ക് റെവലേഷൻസ് കിട്ടുന്നുണ്ട്, പക്ഷെ വിഷൻസ് കിട്ടുന്നില്ല. അപ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞു, അടുത്ത ഒരു സീസണിലേക്ക് നിന്നെ ഞാൻ ഒരുക്കുന്നത് റെവലേഷനിലൂടെയാണ്, വെളിപാടിലൂടെയാണ്, വിഷൻസിലൂടെ അല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് പെട്ടെന്ന് കണ്ണടച്ചാൽ തന്നെ ഇങ്ങനെ ടി വിയിലൊക്കെ കാണുന്ന പോലെ പെട്ടെന്ന് കാണുമായിരുന്നു. ഇപ്പോഴും കാണും കേട്ടോ, അത് ഞാൻ പറയാം, എൻ്റെ സംഭവം പറയാം. അതായത്
ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി, ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കർത്താവിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടാൻ തുടങ്ങി. കർത്താവിൻ്റെ ആത്മാവിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഐ വിൽ ടീച്ച് യു ബൈ റെവലേഷൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപാടും മർമ്മത്തിലൂടെയും നിന്നെ ഞാൻ ശുശ്രൂഷയിൽ നയിക്കാം. അപ്പം വിഷൻസ് മാറി, ഡ്രീംസ് മാറി, പിന്നെ റെവലേഷനിലേക്കാണ്. അപ്പോൾ നമ്മൾ വളരുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ ഗിഫ്റ്റ് നമ്മളിൽ പ്രകടമാകുന്ന വ്യത്യസ്ത രീതികളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാനിത് പറയാൻ കാരണം, ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വരിക, നമ്മുടെ റൂഹാധ്യാനത്തിൽ സംബന്ധിക്കുക. ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള റിട്രീറ്റ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഉടനെ അതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ വരും. നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രെയർ ലൈനിൽ 9847568888 ഇന്ത്യൻ നമ്പറിൽ നിങ്ങൾ വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഡിക്ലറേഷൻ ചെയ്യണം. ആദ്യത്തെ നമ്പർ 1 ഫെയ്ത്ത് ആയിരുന്നു, നമ്പർ 2 ഡിക്ലറേഷൻ ആണ്, നമ്പർ 3 ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് അതിലേക്കാണ് വരുന്നത്. അപ്പം ഹോളി സ്പിരിറ്റുമായിട്ട് നമ്മൾ സഞ്ചാരം തുടങ്ങി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് റെവലേഷൻസ് തരാം. അതായത് എങ്ങനെയാണ് ഡീമോണിക് അറ്റാക്സ് വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ കോഴ്സ്, എങ്ങനെയാണ് ഇത്, ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലാണ് പെട്ടെന്ന് പിശാച് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുക, വണ്ടി എന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു ഫോൺ കോൾ വരുന്നത്, ഇന്ന കാര്യം ഇന്നടത്ത് കൊളാപ്സ് അല്ലെങ്കിൽ ഇന്ന പ്രശ്നമായത്. ദാറ്റ് ഈസ് ആൻ അറ്റാക്ക് ഓഫ് ദ സൈറ്റൻ. സോ അപ്പം ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യം മനസ്സിലായി എനിക്ക്, നമ്മൾ എന്നും ഫൈറ്റ് ചെയ്യണം. വി ഷുഡ് ഹാവ് എവറി ഡേ വാർഫെയർ. അല്ലാതെ നടക്കുക, നമ്മൾ സ്വർഗത്തിലേക്ക് പോകണം, ഈ സാത്താൻ കംപ്ലീറ്റ് ആയിട്ട് മാറണം. അതുകൊണ്ട് മടി പിടിച്ചിരിക്കാതെ എഴുന്നേറ്റ് പ്രകാശിക്കുക. അത് നമ്മുടെ ഒരു ഇതാണ്, ഒരു 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 സ്ലോഗനാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവമക്കളെ, ഞാൻ ഒരിക്കൽ കൂടി പറയാം, മടി പിടിച്ചിരിക്കാതെ എഴുന്നേറ്റ് പ്രകാശിക്കുക. എന്താണ് ഞാൻ പറഞ്ഞത്? എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവത്തിൻ്റെ ശക്തി ധാരാളമായി നിങ്ങളിലൂടെ ഒഴുകും. അതായത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവ് വളരെ എസൻഷ്യലാണ് നമ്മുടെ ഡെലിവറൻസ് മിനിസ്ട്രിയിൽ. അതായത് ഡെലിവറൻസ് കിട്ടുവാൻ വേണ്ടി നമുക്ക് ഫെയ്ത്ത് വേണം, വിശ്വാസം വേണം, വിശ്വാസ പ്രഖ്യാപനം വേണം, പരിശുദ്ധാത്മാവ് വേണം. പ്രൈസ് ഗോഡ്. അപ്പോൾ വീണ്ടും നമ്മൾ പറയാൻ പോകും നാലാമത്തെ കാര്യം ഞാൻ നാളെ നാളെയല്ല, നമ്മൾക്ക് ഇനി ആഴ്ചയിൽ, എല്ലാ ദിവസവും നമുക്ക് ലൈവ് ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. ചില സമയത്ത് സൺഡേ ഉണ്ടായിരിക്കുന്നതാണ്, സൺഡേ മോർണിംഗിൽ. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ച വൈകുന്നേരം ഇന്ത്യൻ ടൈം 9 o'clock നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ അനൗൺസ്മെൻറ്റ് ചെയ്തതുപോലെ 7 മണിക്കല്ലായിരിക്കും. അത് ടൈം നമ്മൾ 2 മണിക്കൂറുടെ നീട്ടിയിട്ടുണ്ട്. കാരണം ജോലി കഴിഞ്ഞ ആൾക്കാരൊക്കെ വരുമ്പോൾ 7 മണി 7:30 ആവും, 8 മണിയൊക്കെ ആവും. അപ്പോൾ അവർ ഫ്രീ ആകുന്ന ഏകദേശം 9 o'clock ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും കുറേ പേരുടെയും നമുക്ക് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 9 മണിക്കാണ് നമ്മുടെ ലൈവ് പ്രോഗ്രാം ഇനി നടക്കാൻ പോകുന്നത്. Monday and Friday. Sometimes we will have Sunday also in some special cases. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമായിരിക്കും നമ്മുടെ ഓൺലൈനിൽ പ്രോഗ്രാം ഉണ്ടാകുന്നത്. എല്ലാ ദിവസവും ബുദ്ധിമുട്ടാണെന്നാണ് ചിലരുടെ അഭിപ്രായം. അതുമാത്രമല്ല, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് ഓൾസോ. ചില സമയത്ത് ശുശ്രൂഷയുടെ സമയങ്ങളിൽ ആ ഒരു ടൈമിൽ നെറ്റ്വർക്ക് ഉണ്ടാകത്തില്ല ചില ഏരിയകളിൽ. അപ്പോൾ നെറ്റ്വർക്ക് ഇല്ലാത്തപ്പോൾ നമുക്ക് ലൈവ് ഇടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ റെക്കോർഡൊക്കെ ചെയ്തിട്ട് ചെയ്യണം. ദാറ്റ് ഈസ് അതിനെക്കുറിച്ചൊക്കെ ഇനി ചിന്തിക്കണമെന്നല്ലാതെ നമുക്ക് ഓൺലൈനിൽ തന്നെ കാര്യങ്ങൾ നടത്താം. ഇൻ കേസ് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളൂ. ബട്ട് എനിവേ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ 4-ാമത്തെ കാര്യം നമ്മൾ നാളെ സംസാരിക്കും. ഓക്കെ, ഏതൊക്കെ പാപങ്ങളാണ്? There are 7 sins. Hallelujah. There are 7 sins. Okay,
there are 7 sins in the Bible says that a few sins, അതായത് ഒരു മനുഷ്യനെ ഈ 7 പാപങ്ങളിൽ എങ്ങനെയാണ് മനുഷ്യനെ ഈ പിശാച് അല്ലെങ്കിൽ മന്ത്രവാദം കുടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിലൊരു പാപമാണ് അഹങ്കാരം. ഓക്കെ, പ്രൈഡ്, എനിക്കെല്ലാം സാധിക്കും, അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ എൻവി, ജലസ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിൻ്റെ മൂലകാരണം എവിടെയാണ്? ഇതിൻ്റെ മൂലകാരണം ഇറ്റ്സ് എ പൈശാചിക ഇൻഫ്ലുവൻസ് ആണ് മക്കളെ. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കാര്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കതിൽ നിന്ന് ജയിക്കാൻ പറ്റൂ. ഈ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്മകളെ തടസ്സമാക്കും. ഗ്രേസ് പ്രീച്ചേഴ്സ് ഉണ്ട്, ഹൈപ്പർ ഗ്രേസ് പ്രീച്ചേഴ്സ് ഉണ്ട്. ഞാനും ഗ്രേസ് പ്രീച്ചർ തന്നെയാണ്, അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് എല്ലാ വശങ്ങളും ചിന്തിക്കണം, എല്ലാ വശങ്ങളും ചിന്തിക്കണം. തെറ്റലസയായി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് ചെയ്യണം. ബൈബിൾ സേസ് നീ ദൈവവചനം പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ സുവിശേഷകൻ. ദൈവവചനം വാവുകൊണ്ട് പറയും, അത് പ്രവർത്തിപ്പിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ that is nothing. So tetelestai means completely finish the work of Jesus Christ. യേശുക്രിസ്തു ചെയ്ത കംപ്ലീറ്റ് വർക്കും ടെറ്റലസായി. അതിനുശേഷം തരണേ തരണേ തരണേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. So tetelestai is something different. It is already done everything else. Everything Christ has done it for you. ഈ തരണേ അതിനുശേഷം തരണേ ചോദിച്ചിട്ട് ഒരു അർത്ഥവുമില്ല. That means you are not under the influence of tetelestai. That means complete finished work of Jesus Christ. Anyway, that is not my subject. അതിങ്ങനെ കയറി വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞത് മാത്രമേ. ഓക്കെ, നൗ ചില പാപങ്ങളെ കോർന്നത് ലസ്റ്റ്, ഫോർ എക്സാമ്പിൾ LUST എന്ന് പറഞ്ഞ ജഡമോഹം. ഓക്കെ, ഈ ഒരു വെറൈറ്റി ഞാൻ ആദ്യം ഒരു അഹങ്കാരമുണ്ട്, ജലസ് അല്ലെങ്കിൽ എൻവി ഉണ്ട്, പിന്നെ ഈ ലസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 7 പാപങ്ങളെക്കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താം. ഈ ഒരു 7 പാപങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തെ കാർന്നു തിന്നുന്നുണ്ട്, നിങ്ങൾക്ക് ഡിലേ വരുത്തുന്നുണ്ട്, രോഗം വരുത്തുന്നുണ്ട്, ഒക്കെ വാതിൽ തുറന്നു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങൾ, ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് വിടുതൽ കിട്ടും. ഈ ഒരു നമ്മൾ ചുമ്മാ ഏറ്റു പറഞ്ഞു, ഒരാഴ്ച പോയി ഏറ്റു പറഞ്ഞു, 2 ആഴ്ച ഏറ്റു പറഞ്ഞു, 3-ാമത്തെ ഏറ്റു, എല്ലാ ദിവസവും ഏറ്റു പറഞ്ഞു. പക്ഷെ ഈ പാപം വിട്ടുപോകുന്നില്ല, പിന്നെ റിപ്പീറ്റാണ്. ഇറ്റ്സ് എ സൈക്കിളാണ്, ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഈ ആവർത്തനം നമ്മൾ മുറിച്ചു വേണം. നേരത്തെ പറഞ്ഞു നെറ്റ്വർക്കാണ്, ഈ നെറ്റിനെ നമ്മൾ മുറിച്ചു വേണം, എങ്കിൽ മാത്രമേ ഇറ്റ്സ് പോകുള്ളൂ. ഞാൻ മിനിഞ്ഞാണ്, അതായത് 3 days ബാക്ക് ഞാനൊരു വിഷൻ കണ്ടു. അതായത് ആ വിഷൻ എങ്ങനെയാണ്, ഞാൻ എൻ്റെ തൊട്ടു മുൻപിൽ ഒരു റോഡാണ്. ആ റോഡിൽ ഞാൻ ഈ സ്വപ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്വപ്നങ്ങളെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ടമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങളതൊന്ന് എഴുതി വെക്കണം, അല്ലെങ്കിൽ മറന്നുപോകും. ഓക്കെ, നിങ്ങളത് നിങ്ങളുടെ ബുക്കിൽ അല്ലെങ്കിൽ ഡയറിയിൽ നിങ്ങൾ എഴുതി വെക്കണം. ഇപ്പം മിഡ് നൈറ്റിലൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ടതിന് ശേഷം ചാടി എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പിന്നീട് രാവിലെ കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആ സ്വപ്നം ഓർക്കത്തില്ല. അപ്പോൾ അന്നേരം തന്നെ ആ മിഡ് നൈറ്റിൽ തന്നെ നിങ്ങൾ ഒരു പുസ്തകം എടുത്ത് അല്ലെങ്കിൽ ബുക്ക് എടുത്ത് പേനയോ പെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് അന്നേരം തന്നെ ആ സ്വപ്നം എഴുതി വയ്ക്കണം. ഓക്കെ, ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. എൻ്റെ തൊട്ടുമുമ്പിൽ ഒരു റോഡാണ്. ആ റോഡിൻ്റെ ആ ഭാഗത്തായിട്ട് ഞാൻ നേരെ റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു സൈഡിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴും ഒരു ഗേറ്റ് കാണുന്നുണ്ട്. ആ ഗേറ്റിനെ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു മൂളിച്ച കേട്ടു, എന്ന് പറഞ്ഞൊരു മൂളിച്ച. അതായത് ഈ ഹണിബിയൊക്കെ പോകുന്ന ഒരു സൗണ്ടില്ലേ. നോക്കുമ്പോൾ ഒരു മണ്ണിൻ്റെ അകത്തുനിന്ന്, ഒരു തുളയ്ക്കകത്തുനിന്ന് ഒരു ലക്ഷക്കണക്കിന് ഈ ഫ്ലൈസ് ഇങ്ങനെ പോവുകയാണ്. ഈ ഫ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഫ്ലൈസ് അല്ലത്, ഈ വാസ്പ് പോലത്തെ സാധനമാണ്. വാസ്പ് പോലെ ഒരു സൈസ് കുളവി പോലെ ഇരിക്കുന്ന സാധനമാണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പക്ഷെ ഇതൊന്നും ഞങ്ങളെ ഉപദ്രവിക്കുന്നില്ല. അപ്പം എൻ്റെ അടുത്ത് 2 വഴിപോക്കന്മാരുണ്ട്. അവർ നടന്നു പോകുന്നു. എന്നിട്ട് അവരെന്തോ ശല്യമോ ഇതെന്തോ ഒരു മഹാദ്രോഹിയാണെന്നുള്ള ആ ഒരു ആക്ഷൻ കാണിച്ച് അവരങ്ങ് തിരിച്ചു പോവാണ്. ഞാനത് ഇങ്ങനെ നിന്ന് വാച്ച് ചെയ്യാം. ഓക്കെ,
എന്നെ ഉപദ്രവിക്കുന്നില്ല, നത്തിങ് എൽസ്. വിഷൻ കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥിക്കാനിരുന്നു. പരിശുദ്ധാത്മാവ് ചോദിച്ചു, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? അപ്പോൾ എനിക്കൊരു വാക്ക് കാണിച്ചു, ബെൽസെബൂദിന്റെ ഒരു സ്പിരിറ്റിനെ കുറിച്ച് ബൈബിൾ പറയുന്നില്ലേ? നമ്മൾ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെ പ്രൊനൗൺസിയേഷനും ഉച്ചാരണവും ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ്. ദാറ്റ് മീൻസ് കിങ് ഓഫ് ഫ്ലൈസ് എന്നാണ് പറയുന്നത്. അതായത് യേശു ക്രിസ്തു പിശാചിനെ പുറത്താക്കിയപ്പോൾ ഫരിസേയര്, സദുക്കേയര്, പുരോഹിതന്മാര്, പ്രീസ്റ്റൊക്കെ കൂടി പറഞ്ഞു, ഇവൻ പിശാചിനെ പുറത്താക്കുന്നത് ബേൽസെബൂലിനെ കുറിച്ചാണ്. ബീൽസ്ബൂ എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു കിങ്, അപ്പൊ ബീൽസെബൂലിന്റെ അർത്ഥം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് കിങ് ഓഫ് ഫ്ലൈസ്. ഫ്ലൈ എന്ന് പറഞ്ഞാൽ എയറിലാണ് ഈ ഫ്ലൈ ചെയ്യുന്നത്. സാധാരണ ഈച്ചയ്ക്കും പറയുന്ന ഫ്ലൈ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈച്ചയ്ക്ക് നമ്മൾ പറയുന്നത് ഫ്ലൈ എന്നാണ്. പക്ഷെ ഫ്ലൈ എന്ന് പറയാൻ കാരണം അതിൻ്റെ ഒരു 80% ഓഫ് ലൈഫ് ഈസ് ഓൺ ദ എയർ. മനസ്സിലായോ? ഈ എയറിലാണ് ഈച്ചകളും ഇതുപോലെ ഉള്ള ജീവികളെല്ലാം ജീവിക്കുന്നത്. എയറിലാണ്. ചുമ്മാ ഇരുന്നല്ല, ഇരുന്ന് കഴിഞ്ഞാൽ അന്നേരം ഒരു പറക്കും. അവരുടെ ലൈഫ് നമ്മൾ ഒന്ന് അനലൈസ് നോക്കുകയാണെങ്കിൽ ഒരു 80 to 90% അല്ലെങ്കിൽ 80 to 100% they live in the air. യേശു പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ട്. The prince of the air is coming. He has nothing to do with me. അതായത് ഞാനത് ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ്, അന്തരീക്ഷത്തെ ഭരിക്കുന്ന, ഈ വായുവിനെ ഭരിക്കുന്ന ഒരു ദുരാത്മസേനയുണ്ട്. ഈ ദുരാത്മസേനയാണ് മനുഷ്യരുടെ കമ്മ്യൂണിക്കേഷനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യിപ്പിക്കാതെ അവരെ മിസ്അണ്ടർസ്റ്റാൻഡിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു മൂവ് അഹെഡ്. ഓക്കെ, അതായത് നമ്മുടെ എല്ലാ തടസ്സങ്ങളും നമ്മൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന എല്ലാം തുറന്നു കാണും. അതിന് വി നീഡ് സൂപ്പർ നാച്ചുറൽ ഫേവർ. സൂപ്പർ നാച്ചുറൽ ഫേവർ നമുക്കുണ്ടെങ്കിൽ വളരെ അനായാസം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പ്രോക്കാസ്റ്റിനേഷൻ സ്പിരിറ്റ് അറ്റാക്ക് ചെയ്യും, പക്ഷെ വിജയിക്കത്തില്ല. ഡിലേ സ്പിരിറ്റ് അറ്റാക്ക് ചെയ്യും, പക്ഷെ വിജയിക്കത്തില്ല. മന്ത്രവാദ സ്പിരിറ്റ്, വിച്ച്ക്രാഫ്റ്റ് സ്പിരിറ്റ് അറ്റാക്ക് ചെയ്യും, പക്ഷെ അവയൊന്നും വിജയിക്കത്തില്ല. ഹല്ലേലൂയ. ഈ ഒരു സത്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവമക്കളായ പ്രിയപ്പെട്ട എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ പരിശുദ്ധനായ ദൈവത്തിന്റെ അതിബലപ്പെട്ട കരങ്ങൾ കർത്താവേ എന്നെ കേൾക്കുന്ന ജനത്തിന്റെ മേൽ ഒഴുകിയെത്തുമാറാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകണമേ. ദൈവിക ജനമേ, യേശു ക്രിസ്തുവിനെ സത്യത്തിലും ആത്മാവിലും അവർ ആരാധിക്കട്ടെ. അവരെ പീഡിപ്പിക്കുന്ന സകല പാപക്കെട്ടുകളിൽ നിന്നും അവരെ മോചിപ്പിക്കണം യേശുവിന്റെ നാമത്തിൽ. എല്ലാവിധ സ്പിരിറ്റ് ഓഫ് flying spirits, the spirit which is in the air, ruling spirits in the air, I break your power in the name of Jesus of Nazareth. In the name of Jesus of Nazareth. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. In Jesus name. ഓർമ്മിക്കുക, നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മാക്സിമം ഷെയർ ചെയ്യണം. മാക്സിമം നിങ്ങളുടെ ചോദ്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തണം. പ്രൈസ് ഗോഡ്. ഇതൊരു അസാധാരണമായിട്ടുള്ള ടീച്ചിങ്ങിലേക്ക് കടന്നു വരികയാണ്. പലരും ഓപ്പോസിഷൻസ് നമുക്കെതിരായിട്ട് വരാൻ സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട. ധൈര്യമായിട്ട് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ നയിക്കും. മുന്നോട്ട് തന്നെ പോകും. പിറകോട്ടില്ല. സുവിശേഷം തന്നെ പറയും. ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യും. രോഗികളെ സൗഖ്യമാക്കും. ഇതൊക്കെ നമ്മളോട് കർത്താവ് പറഞ്ഞ വലിയ കമ്മീഷനാണ്. പരിശുദ്ധാത്മാവിനെ അവരെ അറിയിക്കും. പരിശുദ്ധാത്മാവിന്റെ സ്നാനം അവർക്ക് ലഭിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ അങ്ങനെ എല്ലാം പുരോഗതിയുടെ ലെവലിലേക്ക് അവർ കുതിച്ചു വരും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കാരിയസ് ഗ്ലോബ് എന്ന ശുശ്രൂഷ, ഓൺലൈനിലുള്ള ശുശ്രൂഷ, ഈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ദൈവം നിങ്ങളെ ധാരാളമായിട്ടും അനുഗ്രഹിക്കട്ടെ. അതുമാത്രമല്ല, ഈ വരുന്ന 25, 26, 27 തീയതികളിൽ
പുഞ്ചക്കാട് ബത്ലഹേം റിട്രീറ്റ് സെന്ററിൽ നമ്മുടെ ധ്യാനം നടക്കുന്നു. ഇപ്രാവശ്യം ഡെലിവറൻസ് ശുശ്രൂഷയാണെന്നുള്ള കാര്യം മറക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കരമായ ഡെലിവറൻസ് അവിടെ നടക്കും. ദൈവത്തിന് വലിയ കൃപയിറങ്ങും. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നിങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.